നമ്മോട് സംസാരിപ്പാൻ ദൈവം ശക്തനാണ്. बीते दिनों में परमेश्वर की महिमा की भागी बनने के लिए अवसर दिया। आज सुबह ही वक्त भी हमारा मसीह हमारा साथ बातचीत करते ही रहेंगे। ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി മനുഷ്യന്റെ ചില തെറ്റിദ്ധാരണകൾ. बीते दिन में और मनुष्य की हृदय की गहराई और उल्टा पुल्टा होते हैं, उसके बारे में बीते दिन में हम विचिंतन किए। എന്ന് പറഞ്ഞാൽ തെറ്റായ ചില ചിന്തകൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. तो सच्चाई, प्रेम की, अनुग्रह की सीमा छोड़कर उल्लंघन शब्द हमारा जिंदगी में आते रहते हैं। കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നാണ്. बीते दिन में हम मनन किया है मत्ती का सुसमाचार 3रा अध्याय की 9वां पद से लेकर हम कुछ शब्द मनन किया था। അതെ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുന്ന ഒരു കൂട്ടം ജനത്തെ, और 9वां पद मत्ती का सुसमाचार 3रा अध्याय 9वां पद में और अपने अपने मन में यह ना सोचो कि हमारा पिता अब्राहम है। എന്ന് പറഞ്ഞാൽ ഇവിടെ സദൂക്യരും പരീശരും വന്ന് അവർ ചിന്തിക്കുക, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. यहाँ पर यो बात पाया जाता है, सदूकियों और फरीसियों ने घमंड की बात करते हैं, इब्राहिम हमारा पिताजी होकर हमारा संग है। എന്ന് പറഞ്ഞാൽ ആമേൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല, നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവന്. इब्राहिम हमारा साथ भी साथ होवे तो मन फिराने का कोई जरूरत नहीं, और ये सब कुछ हो गया है। എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് കാണാൻ കഴിയും, ഈ പാരമ്പര്യമായിട്ട് വരുന്നവർ പലരും പറയാറുണ്ട്, ഞങ്ങൾ പാരമ്പര്യമായി ജനിച്ചവരാ, അതുകൊണ്ട് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. औरों ने ऐसी बात कहते हैं, परंपरागत हमारा पीढ़ी से पीढ़ी तक जन्म ऐसा नामधारी में है, इसी कारण में यीशु को अपनाने का कोई जरूरत नहीं है। എന്നാൽ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാണ്. ये उद्धार पाना, मन फिराना व्यक्तिगत तौर पर परमेश्वर मसीह में मिलजुलना, ये आवश्यकता की बात है। എന്നാൽ ആമേൻ, ഇവർ ചിന്തിക്കുന്നത് അങ്ങനെയാ, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാ. ये लोग ऐसा मनभावनी है, सब कुछ हमारा है, हमारे लिए है, इसी और अन्य शब्द की कुछ जरूरत हमारे में है नहीं है। കാരണം ഇസ്രായേൽ പാരമ്പര്യത്തിൽ ഞങ്ങൾ ജനിച്ചവരാ, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാ, ഞങ്ങൾക്ക് ഇനിയും ദൈവമക്കളാകേണ്ട കാര്യമില്ല. इसराइली की परंपरागत में जन्म पाए हुए इसराइली है, और यीशु को अपनाने का कोई जरूरत हमारा जीवन में है, आवश्यकता नहीं है कहकर गमन करते हैं। അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് യേശു പറയുക, അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയാൻ ഒരിക്കലും തുനിയരുത്. ऐसे देखने वालों को देखते हुए कहते हैं, तो इब्राहिम हमारा पिताजी है कहकर गमन करने वाले जो उनको देखते हुए यीशु मसीह ने उनको चेतावनी दे रहा है। മാനുഷിക ജീവിതത്തിൽ പലപ്പോഴും ഈ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. मानुषीय तौर पर ऐसी और निर्बुद्धि हमारे जीवन में आते हैं। എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ. और सच्चाई बात, सच्चाई काम क्या है, इसका कार्य क्या होता है, इसको जानकारी सिवा अपने मनभावनी के आधार पर जीवन बिताने वाले को हम देखते हैं। കാരണം നമ്മളൊരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാലെ കാണുന്നത് പോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ അല്ല ആ വ്യക്തി. शायद हो हम उनका बारे में एक निर्णय लिया है, उसके आधार पर शायद नहीं होता है वो व्यक्ति। കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചർച്ചിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനിടയായി.
बीते दिन में जो पास्टर ने अपने चर्च में एक सवाल पूछने लगा है, നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? आपस में दूसरों का हृदय की गहरा की जांच लेने के लिए कितने लोगों को हो सकता है? ഞാൻ പറഞ്ഞു, ഒരു ഭർത്താവ് ഭാര്യയെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു. जो यही सवाल है, पति पत्नी पत्नी पति आपस में जितने उनका हृदय की प्रेम के बारे में जांच लिया है, പലപ്പോഴും പറയും, എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാറുണ്ട്. ऐसी कहानी है, कहावत है, मेरा पति को अच्छी रीति पर जानते हैं, पति को पत्नी को जांच लेते हैं, पत्नी पति को भी जांच लेते हैं. എന്നാൽ ഞാൻ പറഞ്ഞു, യഥാർത്ഥമായിട്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. सचमुच सच्चाई में पूर्ण तौर पर आपस में उनका हृदय की गहराई जांच लेता नहीं है. കാരണം ഒരു മനുഷ്യനെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. कारण यही है, दुनिया में जन्म पाया जो कोई किसी को अच्छे स्पष्ट रीति पर जांच ले नहीं सकते हैं. കാരണം നമ്മൾ കാണുന്നത് പോലെയും ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ സംസാരം അനുസരിച്ചായിരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. हम एक व्यक्ति दूसरे व्यक्ति को जांच लेते हैं, बोली में कामों में हम उनका बारे में सोच समझते हैं. എന്നാൽ നമ്മെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. हृदय की अंधकरंगी गहराई की बात सच्चे रीति पर जांच लेने वाला केवल हमारा मसीह ही है. അല്ലാതെ ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യനെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയത്തില്ല. एक व्यक्ति दूसरे व्यक्ति को संपूर्ण रीति पर जांच लेने के लिए मुश्किल है. അതിനാ പറയുന്നത് തെറ്റിദ്ധരിക്കുക, അവരെ കുറിച്ച് തെറ്റായ ചില ധാരണകൾ നമ്മൾ വെച്ച് പുലർത്തുന്നത്. हम उसके बारे में और उल्टा पुल्टा सोच समझ लेता है. അതെ, വ്യക്തിപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. व्यक्तिगत तौर पर उनको जांच लेने के लिए मन नहीं लगेगा तो हम सोचते हैं वो फलाना फलाना व्यक्ति है. അതെ, യേശുവിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഫരീഷ്യരും ശാസ്ത്രിമാരും അല്ലെങ്കിൽ സദൂക്യരും അവർ ചിന്തിക്കുന്നു, യേശുവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. और यीशु मसीह की प्रेम और उनका काम कार्य वो कौन है, ये जांच लेने के लिए फरीसी और शास्त्रियों ने यीशु को और स्वीकार नहीं किया, उसका जरूरत हमारे में नहीं चाहिए कहते हैं. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. हम शायद समझो कि अपने आप को भी सच्चे रीति पर जांच लेने के लिए भी मुश्किल पड़ते हैं. കാരണം നമ്മൾ ചില സമയങ്ങളിൽ പറയാറുണ്ട്, എന്റെ സ്വഭാവം എനിക്ക് തന്നെ അത് പിടിക്കുന്നില്ല. कई बार हम बातचीत करते हैं, मेरा स्वभाव मेरे को भी अच्छा नहीं लगता है. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്താണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. हमारा स्वभाव बदलते हैं, कभी बदलते हैं, हमको बोल नहीं सकते हैं. കാരണം നമ്മെ തന്നെ ഈ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇത് ആരംഭത്തിൽ തുടങ്ങിയതാണ്. अपने आप को जांच लेने के लिए हो नहीं सकता है, आजकल दिनों में शुरू नहीं हुआ, वो प्रथम समय में वो मनुष्य के हृदय में आए हुई बात है. അത് എപ്പോഴും തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്കത് പഠിക്കുവാൻ കഴിയും. कभी शुरू है, उत्पत्ति नबी का पुस्तक से लेकर हमको देख सकते हैं. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ उत्पत्ति नबी की पुस्तक 3रा अध्याय उसका 5वां पद से लेकर हमको पाने के लिए है.
അവിടെ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. ആ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. और उत्पत्ति का सुसमाचार 3रा अध्याय 5वां पद में यही लिखा है, वरनु परमेश्वर आप जानता है कि जिस दिन तुम उसका बल खाओगे उसी दिन तुम्हारी आंखों खुल जाएंगे അടുത്ത പക്ഷേ और तुम भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे. ആമേൻ. ഇവിടെ നോക്കിയേ, ഇവിടെ സാത്താൻ വന്ന് ഹവ്വയോട് സംസാരിക്കുക. यहाँ पर देखे शैतान ने आकर हवा की ओर बातचीत कर रहा है. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്ത്രീകൾ അല്പം കൂടുതൽ സംസാരിക്കുന്നവർ. परमेश्वर के दास की कहावत यही है, सही है, स्त्रियों पुरुषों से भी अधिक बातचीत करते हैं. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചെന്നത് ചോദിച്ചാൽ, ആദം ഇല്ലാതിരുന്ന സമയത്ത് ഹവ്വയ്ക്ക് സംസാരിക്കാൻ ആരും കിട്ടിയില്ല. और यहाँ पर आदम सामने है, तब शैतान को ज्यादा बातचीत करने के लिए अवसर नहीं मिलते हैं. എന്നാൽ ഇവിടെ സാത്താൻ വന്ന് ഹവ്വയോട് സംസാരിക്കുക. यहाँ पर शैतान ने आकर हवा के साथ बातचीत कर रही है. ഹവ്വയുടെ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കുവാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുക. ये स्त्री की और शैतान ने बातचीत करते हैं, उनका चिंता दोहरा उल्टा डाले बदला डाले. കാരണം അവൻ അറിയാം, ഹവ്വയോട് സംസാരിച്ചാൽ ഹവ്വയെ പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റിക്കാൻ കഴിയും. और शैतान की कल्पना यही है, स्त्री की और बातचीत करेगा तो उनका चिंता को उल्टा कर सकते हैं. അതുകൊണ്ടാണ് അവൻ വന്ന് ഹവ്വയോട് സംസാരിച്ച് അവളുടെ ചിന്തയെ മാറ്റുന്നത്. इसी कारण में शैतान ने स्त्री की ओर आकर और उनका कल्पना चिंता को बदल डाल दिया है. അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതായ ആ വിശ്വാസത്തിൽ ഒരു സംശയം ഉളവാക്കി. और हवा की हृदय में दिया जो विश्वास की गहराई, ये शैतान ने उल्टा डाल दिया है. ഇന്നും അനേകരുടെ ജീവിതത്തിൽ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത്. आज के दिनों में भी शैतान ऐसी प्रकार की और शक डालते हैं. അതെ, നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തേണ്ടതിന് പകരം അതിനെ ഒന്ന് സംശയത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടിടുക. हमारे में यही पाया जाता है, हमारा विश्वास दृढ़ लाने की बदले हमारा मन में शक की बीज बोया जाता है. നമ്മൾ ഒരു വ്യക്തിയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ സംശയത്തോടുകൂടെ വീക്ഷിക്കുക. हम यीशु मसीह पर विश्वास किया, हमारा स्तुति महिमा प्रभु को देता रहा, लेकिन उसको उल्टा लाने के लिए शैतान ने काम कर रहा है. ആമേൻ. അതുകൊണ്ട് ഹവ്വയോട് അവന് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് ഹവ്വയുടെ മനസ്സ് മാറ്റുവാൻ ശ്രമിക്കുക. इसी कारण में शैतान ने आकर स्त्री की हृदय की आग्रह को, चिंता को उल्टा डालने के लिए शैतान ने प्रयत्न की है. അവളോടൊന്ന് പറയുക, ഈ ഫലം നിനക്ക് തിന്നാം, അത് തിന്നുന്നത് നല്ലതാന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ये स्त्री को ये बात दी है, ये फल खा सकता है, खाएगा तो फलदायी बन जाएंगे, ये बात की शक बीज डाला है. മാത്രമല്ല അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തിന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ പോലെ ആകത്തുള്ളൂ. ऐसा ही नहीं, तू ये फल खाएगा तो परमेश्वर की न्यायी बन जाएंगे. ഇന്നും അനേകരുടെ ചിന്ത ഇതാ, ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ളതല്ല, ഇനി എനിക്ക് വേറൊരാളായിട്ട് മാറണം. ये सारे दुनिया के सब मनुष्यों की कल्पना यही है, हम ऐसा रहने वाला नहीं और हम महान बनने के लिए आग्रह चाहते हैं. എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയായി മാറുവാൻ വേണ്ടിയുള്ള പരിശ്രമം. यही बात है. दूसरा एक अलग की व्यक्ति उनकी जीवन में लाने के लिए चाहते हैं.
അത് നമുക്ക് തന്നെ ഒരു വ്യക്തിത്വം ദൈവം തന്നിട്ടുണ്ട്. നമ്മെ ഒരു വ്യക്തിയായിട്ട് ദൈവം വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ നിൽക്കുക. हमारे में एक व्यक्तित्व स्वभाव है, वो हमारा परमेश्वर के साथ मिलजुलने का, उनको आज्ञाकारी बनने के लिए है, लेकिन शैतान उनको रूप बदल डालने के लिए चाहते हैं। അതുകൊണ്ട് ഇവിടെ ഹവ്വയുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ചിന്ത വന്നത്, ഞാൻ ഇതുവരെയും ദൈവത്തെ പോലെ അല്ല, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ പോലെ ആകണം. हवा की स्त्री के मन में एक स्वभाव डाला है, अब ईश्वरी के तुल्यता में आने के लिए ये बल आएगा तो आ जाएगा, एक बात कहते हैं। ദൈവവചനം പറയുന്നത്, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ये परमेश्वर ने कहते हैं, परमेश्वर के स्वरूप और सादृश्यों में मनुष्यों को सृजना की। എന്നാൽ ആ ചിന്തയാണ് ഇവിടെ പിശാച് സംശയത്തിന്റെ നിഴലിൽ കൊണ്ടിട്ടത്. ये चिंता, ये कल्पना को शैतान ने पलटा डाला है। കാരണം നീ ഇപ്പോ ദൈവത്തെ പോലെ അല്ല, നീ വേറൊരു വ്യക്തിയായിരിക്കുക, ഇനിയും നിനക്ക് ദൈവത്തെ പോലെ ആയി തീരണം എന്നുള്ള ഒരു ചിന്ത അവളുടെ ഹൃദയത്തിൽ ഇട്ടു. आज तक तू परमेश्वर की समानता में नहीं, समानता में जाने के लिए ये भल खाना फलाई है। അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്ന്, എനിക്കും ദൈവത്തെ പോലെ ആകണം. वो स्त्री की मन में ये मनभावनी है, परमेश्वर की समानता में मैं भी आऊं। അതെ, ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ വീണ്ടും ദൈവത്തെ പോലെ ആകുവാൻ പരിശ്രമിക്കുക. और परमेश्वर की अनुरूप बनने के लिए अवसर है, तो वो त्याग करते हैं, फल आएगा तो परमेश्वर की समानता में तू आ सकते हैं। ആ സംസാരത്തിനിടയ്ക്ക് അവൾ ആ ഫലത്തിലേക്ക്, ആ വൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ചിന്ത മൊത്തം അതിലേക്കായി മാറി. जो बातचीत में ये शैतान ने वो वृक्ष की फल की ओर देखा, तब स्त्री की हृदय की मनभावनी वो वृक्ष फल की ओर लगा है। പലപ്പോഴും മനുഷ്യരെ പിശാച് തെറ്റായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. अनेक समय हम देखे, शैतान भी हमारा हृदय उनके कब्जा में लेते जाते हैं। നമ്മുടെ മുൻപാകെ പലവിധമാകുന്ന വിഷയങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ ഭംഗിയെയും അതിൻ്റെതായ വിഷയത്തെയും നമ്മുടെ ഹൃദയത്തിലിട്ട് നമ്മുടെ ചിന്തകളെ തെറ്റിക്കും. हमारा हृदय की आग्रह को, गहराई को, सच्चाई को और शक डालते हुए परमेश्वर की महिमा से रहित होने के लिए शैतान काम कर रहा है। അത് നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. शैतान की तंत्र यही है, हमारा दृष्टि परमेश्वर की ओर है, वो दृष्टि परमेश्वर से निकालने के लिए शैतान के कामकार्य होता है। ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ തരുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് അതിൽ നിന്ന് നമ്മെ അകറ്റും. परमेश्वर ने हमारे लिए कुछ फल देने के लिए, उनका अनुग्रह करने के लिए चाहते हैं, शैतान ने वो पाने के लिए अनुमति नहीं देते हैं। നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം. हम अपना आपका जिंदगी को थोड़ा जांच ले, कुछ अनुग्रह पाने के लिए हम निकट पहुंचते हैं, तब हमारा चिंता उल्लंघन रीति पर होते हैं, इसलिए अनुग्रह से हम रहित होते हैं। നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള സമയത്ത് അത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പല തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. हम आशीष पाने की अवसर त्याग करते हुए शैतान के कामकारी हमारा बीज में बीज बोया जाता है। എന്നാൽ ഒരു ദൈവ പൈതൽ പിശാചിന്റെ തന്ത്രങ്ങളെ ഒരിക്കലും അറിയാത്തവരായിരിക്കരുത്. हम ये जांच ले, शैतान के काम कार्य हम जांच लेने का जरूरत है। അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. इसी कारण में बाइबल में पाया जाता है, शैतान ने कई प्रकार के कुतंत्र बना जाएंगे, वो वश में हम ना गिरे।
കാരണം അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ വിരുദ്ധ തെറ്റിക്കുക, നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് അവന്റെ വശത്താക്കി തീർക്കുക. അതാണ് അവന്റെ ലക്ഷ്യം. शैतान का काम यही है, हमारा दृष्टि परमेश्वर की ओर है, परमेश्वर से रहित होने के लिए शैतान तंत्र मंत्र करते हैं। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവനെ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് അവൻ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥാനത്ത് ദൈവം നമ്മെ ആക്കി എന്നുള്ള ഒരു ചിന്ത അവനുണ്ട്. शैतान की काम यही है, शैतान को परमेश्वर ने एक स्थान में बैठाया था और वहां को इनको निकालते हुए वही स्थान में, अच्छे स्थान में यीशु यहोवा परमेश्वर ने मनुष्यों को रखा, यही कारण में। അത് അവനെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ അവൻ അത് തെറ്റ് ചെയ്തപ്പോൾ ആ സ്ഥാനത്ത് ആരാധിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചു. और स्वर्गदूतों को परमेश्वर की आराधना के लिए योग्य स्थान में बैठाया था, लेकिन वो उल्लंघन किया। इसी कारण उनको त्याग कर कर मानव जाति को वो स्थान दिया है। यही है अहाम की गलती। അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അവൻ എപ്പോഴും നമ്മെ ആ സ്ഥാനത്തിൽ നിന്നും തള്ളിയിടുവാൻ അല്ലെങ്കിൽ അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. यही कारण में यही है, वो स्थान में बैठाया, वो स्थान से हमको रहित करने के लिए शैतान ने कोशिश कर रहा है। അവൻ നമ്മൾ മാനുഷികമായി ഒന്ന് ചിന്തിച്ചു നോക്കി, നാം ഇരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് നമ്മെ മാറ്റിയിട്ട് വേറൊരാളെ അവിടെ കൊണ്ടുവരുമ്പോഴുള്ള മാനസികാവസ്ഥ. हम सोच समझे एक पदवी में हमको बिठाया है, जो पदवी से हमको निकालेगा तो हमारा मनभावनी क्या होता है। അത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റിയിട്ട് വേറൊരു വ്യക്തിയെ അവിടെ ആക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചും അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. एक व्यक्ति एक कारखाने में, फैक्ट्री में काम कर रही है, लेकिन उनको हटाकर दूसरों को बैठाएगा तो और पहले बैठा हुआ व्यक्ति का मनभावनी क्या होता है। അവൻ ഇവിടെ പിശാചും അതുകൊണ്ടാണ് മനുഷ്യനെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ഒരു ചിന്ത അവന് ഉണ്ടായത്. यहाँ पर भी वही बात पाया जाता है, मनुष्यों को परमेश्वर की चेहरे की ओर देखते हैं, परमेश्वर की महिमा से रहित होकर उन्होंने साधारण व्यक्ति बनने के लिए शैतान काम कर रहा है। ഹവ്വയോട് അവൻ സംസാരിച്ചതിന്റെ ഫലമായി അവന്റെ കാര്യം അവിടെ സാധിച്ചെടുക്കാൻ കഴിയും. वाकई साथ स्त्री के साथ बातचीत करने की भली यही है, शैतान ने क्या योजना बनाया, योजना सफल हो गया है। പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിയായി മാറുവാൻ കഴിയത്തില്ല. प्यारो, हम सोच समझे कभी भी एक व्यक्ति दूसरा व्यक्ति को समानता में आ नहीं सकता है। അത് വേറൊരു വ്യക്തിയായി തീരുവാൻ കഴിയത്തില്ല. കാരണം ആ വ്യക്തിത്വമല്ല നമ്മുടെ വ്യക്തിത്വം. हमको एक व्यक्ति को देखते हुए वही स्वभाव में हम आने के लिए मेहनत करते हैं, लेकिन हो नहीं सकता। कारण उनका स्वभाव हमारा स्वभाव दो रीति पर है। കാരണം പ്രൈസ് ദി ലോർഡ്, ഇപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ, അത് വേറൊരു വ്യക്തി അല്ല. कारण यही है, समझो मेरे को देखो, पास्टर साहब को देखो, उनका स्वभाव की न्याय औरों को बदल नहीं सकते हैं। ആമേൻ. ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായ ചില കഴിവുകളും ചില പദവികളും തന്ന് നമ്മെ ആക്കിയിരിക്കുന്നത്. दुनिया में जो कोई भी मनुष्य व्यक्ति हो, एक एक स्वभाव प्रभु ने उनको दिया है, वो स्वभाव बदल नहीं सकते हैं। അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ വേറൊരു വ്യക്തിയായി തീരാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് സാധ്യമല്ല. वो हटाकर अलग उसमें से निकलकर दूसरा एक व्यक्ति होने के लिए परिश्रम करे, ये बात हो नहीं सकता है। അവൻ ഇവിടെ ഹവ്വയുടെ ജീവിതത്തിൽ ഒരു ചിന്ത വന്നു, ദൈവത്തെ പോലെ ആയി തീരാം എന്നുള്ള ഒരു വ്യാമോഹം അല്ലെങ്കിൽ തെറ്റായ ഒരു ചിന്ത അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ये स्त्री की हृदय की गहराई में एक चिंता आया, मैं अभी कैसे है वैसा नहीं,
हम ईश्वरीय स्वभाव में आए, ये सोच विचार किया, वो गलत है। ആമേൻ. അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ വലിയൊരു വീഴ്ച സംഭവിക്കാൻ ഇടയായത്. इसी कारण में गिरावट हुई है। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് നാമായി തന്നെ ജീവിക്കാനേ കഴിയത്തുള്ളൂ. इसी कारण में एक बात जांच ले, अपने स्वभाव पर जी सकते हैं। ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിയായി തീരാനോ മറ്റൊരു വ്യക്തിയെ പോലെ ജീവിക്കാനോ കഴിയത്തില്ല. हम कभी भी दूसरा व्यक्ति की स्वभाव की रूबी हमको जी नहीं सकते हैं। അല്ലെങ്കിൽ ദാവീദിനോട് ചോദിച്ച് ദാവീദ് പറയും, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, എനിക്ക് എന്റേതായ ചില കാര്യങ്ങളുണ്ട്. दावीद को पूछताछ करेगा तो दावीद भी ऐसा कहेगा, मेरा एक स्वभाव है, मेरा स्वभाव बदल नहीं सकता है। അവയെ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി പോകുമ്പോൾ രാജാവ് അവനെ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. दावीद ने इस्राएलियों को शत्रु होकर गोलियात है, उसको सधाने के लिए जाने का समय है। शाऊल बादशाह ने दावीद की ओर कहा हुआ चंद बात वहां पर पाया जाता है। അവൻ ദാവീദിനോട് ശൗൽ പറയുക, നീ ഒരു കാര്യം ചെയ്, എന്നെ പോലെ ഒന്നായി തീർന്നാ മതി, എന്റെ വസ്ത്രം ഒന്ന് ധരിച്ചാൽ മതി, നിനക്ക് ജയിക്കാൻ കഴിയും. शाऊल ने दावीद की ओर कहते हैं, मेरा स्वभाव, इसका मतलब मेरा वस्त्र, युद्ध की वस्त्र तो पहने, ये बात दिया है। അവൻ ദാവീദിനെ അത് അണിയിച്ചിട്ട് ദാവീദിനോട് പറയുക, നീ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും. शाऊल ने दावीद की ओर कहने लगा, मेरा वस्त्र पहन कर तू युद्ध के लिए जाओ, युद्ध विजय प्राप्त कर सकता है। എന്നാൽ അവിടെ ശൗലിന്റെ തന്ത്രം വേറെ ഒന്നായിരുന്നു. शाऊल के तंत्र दूसरा भी था। കാരണം ദാവീദ് ജയിച്ചു വന്നാൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തവും അതിന്റെ ആമേൻ സകല പദവി എനിക്ക് എടുക്കാൻ കഴിയും. शत्रुओं के ऊपर विजय प्राप्त करके दावीद वापस आएगा तो ये महिमा महत्व शाऊल को नहीं मिलेगा, दावीद को मिलेगा। इसी कारण में ये बात वहां पर हुई है। അതുകൊണ്ട് ശൗലിന് പറയാൻ കഴിയും, നീ എന്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് പോയത് കൊണ്ടാണ് നീ ജയിച്ചു വന്നത്. तो मेरा वस्त्र पहनते हुए युद्ध के लिए गया है, इसलिए विजय पाकर वापस आया है, ये शाऊल कर सकते हैं। അതുകൊണ്ടാണ് ശൗൽ പറഞ്ഞത്, നീ എന്റെ വസ്ത്രവും ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആമേൻ നിനക്ക് ജയിക്കാൻ പറ്റും, അതുകൊണ്ട് ഈ വസ്ത്രം ധരിക്കാന്ന് അവനെ കൊണ്ട് നിർബന്ധിച്ചത്. और इसलिए शाऊल दावीद की ओर कहने लगा, मेरा वस्त्र पहनो, मेरा वस्त्र पहनकर जाओ, युद्ध विजय तुम्हारा निकट है। ആമേൻ. എന്നാൽ ദാവീദ് പറയുന്ന ഒരു കാര്യം, എനിക്ക് എന്റേതായ വസ്ത്രം മാത്രമേ പറ്റത്തുള്ളൂ, ഇതൊന്നും എനിക്ക് ആമേൻ ശീലമല്ല. दावीद ने ये बात कहने लगा, मेरा वस्त्र पहनकर मैं जाएंगे और शाऊल की वस्त्र पहने मेरा हक नहीं होता है। ഞാൻ ഇതുവരെയും മറ്റുള്ളവരുടെ ക്രെഡിറ്റിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ മേലല്ല ഞാൻ വിജയം നേടിയിട്ടുള്ളത്. मैं अभी तक युद्ध विजय पाया, वो दूसरे का वस्त्र पहनते हुए और दूसरे की रीति पर जाते नहीं, और प्रभु दिए हुए अनुग्रह के कारण में അത് എനിക്ക് ജയിക്കുവാൻ, എനിക്ക് യുദ്ധം ചെയ്യുവാൻ, എനിക്ക് നിൽക്കുവാൻ എന്റേതായ ചിലതുണ്ട്, അതിൽ മാത്രമേ ഞാൻ ആശ്രയം വയ്ക്കത്തുള്ളൂ. मुझे विजय पाने के लिए, शैतान को हराने के लिए मुझे, मेरे ऊपर एक आशीष है, उसको हटा नहीं सकते हैं। എന്ന് പറഞ്ഞാൽ നമുക്ക് അനേക ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, പക്ഷെ തീരുമാനം നമ്മുടേതായിരിക്കണം. बहुत प्रकार की उपदेश हमको देने वाला है, दिया है, लेकिन मान नहीं सकते हैं। अपना आपकी जिंदगी की उपदेश में सिर रहना उचित है। കാരണം നമ്മുടേതായ ഒരു തീരുമാനമില്ല എങ്കിൽ, നമ്മുടേതായ രീതിയിൽ നമ്മൾ പോയില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കാനിടയാകും. कारण यही है, अपना निर्णय के आधार पर, प्रभु की आत्मा की अगुवाई के आधार पर जाए, नहीं जाएगा तो वहां पर पराजय मिलने के लिए रास्ता है। എന്ന് പറഞ്ഞാൽ ദൈവിക ആലോചനയിൽ നമ്മൾ മുന്നേറാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വിജയം നേടുവാൻ കഴിയും.
प्रभु की आज्ञाकारी होकर आगे बढ़ेगा तो विजय हमारा समीप है। ദാവീദ് 2 പ്രാവശ്യം ശത്രുവിന്റെ മേൽ അല്ലെങ്കിൽ അവന് വിരോധമായി വന്ന മൃഗത്തിന്റെ മേൽ വിജയം നേടിയത് അവനിലുണ്ടായിരുന്ന ദൈവകൃപ മൂലമാണ്. उन्होंने भेड़ बकरियों को चराते हुए जंगल में थे, तब उनका चराते भेड़ को पकड़ने के लिए 2 जानवर 2 बार आया है। परमेश्वर की शक्ति से दोनों को फाड़ डाला है। ആ ഒരു സാക്ഷ്യം പ്രാപിച്ച ദാവീദ് പറയുക, എനിക്ക് മറ്റൊരു വ്യക്തിയുടേതായ വസ്ത്രമോ മറ്റൊരു വ്യക്തിയുടേതായ ഒന്നും എനിക്ക് ആവശ്യമില്ല. जो दावीद ने कहता है औरों ने मुझे को देता हुआ वस्त्र या उपदेश की जरूरत मुझे नहीं चाहिए. അത് അവന് ലഭിച്ചതായ ഒരു അഭിഷേകമുണ്ട്, അവന് ലഭിച്ചതായ ഒരു ദൈവകൃപയുണ്ട്. दावीद पर आया हुआ एक अभिषेक परमेश्वर का अनुग्रह वरदान दावीद की ओर है. അവൻ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ കൃപയിൽ ആശ്രയിച്ച് ദൈവിക ഹിതപ്രകാരം നമ്മൾ മുന്നേറാമെങ്കിൽ നമുക്ക് വിജയം നേടുവാൻ കഴിയും. प्रभु ने हमारे ऊपर सौंपा हुआ समर्पण किए हुए एक वरदान अनुग्रह है, वो अनुग्रह के आधार पर आगे जाएगा तो विजय समीप है. നമ്മുടെ വിരുദ്ധ തെറ്റിക്കുവാൻ, നമ്മുടെ ആ ഓട്ടത്തെ തെറ്റിക്കുവാൻ ശത്രു പലവിധമാകുന്ന തന്ത്രങ്ങൾ പണിതെന്ന് വരും. और हमारे दर्शन हम चलते हैं, देखते हैं हमारा मसीह की दृष्टि की ओर, हमारा ये जानते रास्ता को उल्टा डालकर हमारा दर्शन नाश करने के लिए शैतान कोशिश करेंगे. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ആമേൻ പ്രാർത്ഥനയോടുകൂടെ മുന്നേറി കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് ആ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും. हमारा भरोसा, हमारा आश्रय हमारा मसीह पर रखे, हमारा दृष्टि उन पर हो, जरूर सचमुच विजय हमारा समीप है. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നിട്ട് മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. इसी कारण में प्रेरित पौलुस कहने लगा, पीछे की मेरा पीछे क्या कुछ संभव हो गया, सब कुछ मैं पीछे त्याग करते हैं, मुझे आगे एक दर्शन है, वो दर्शन के लिए मैं दृष्टि लगाकर आगे दौड़ रहा है. അത് കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, തോൽവികൾ, പലവിധമാകുന്ന വിഷയങ്ങൾ അതെല്ലാം ഞാൻ മറന്നിട്ട് ഞാൻ ഇതാ ഓട്ടം ഓടി തികയ്ക്കുവാൻ ആഗ്രഹിക്കുക. मेरा पीछे मसीह में आने का पहले मेरा जिंदगी में क्या कुछ बातचीत थी, वो सब कुछ त्याग किया, लेकिन प्रभु ने मुझे कोई एक दर्शन दिया, वो दर्शन के आधार पर मैं आगे दौड़ रहा है. ആമേൻ. ഈ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആമേ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വേറൊരു വ്യക്തിയാകുവാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. प्रभु की दृष्टि में सृजनहार प्रभु है, हम सृष्टि है, हमारे ऊपर समर्पण किया हुआ जो अनुग्रह वरदान दूसरों को वो नहीं जा नहीं सकते हैं. ആമേൻ. ഇവിടെ ഹൗവ പ്രൈസലോട് തെറ്റായ ഒരു ചിന്ത അവളുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് സകല മാനവരാശിയും സകല സൃഷ്ടിയും ശാപത്തിന്റെ കീഴിലായി. ये आदम युवा ने पाप आज्ञा उल्लंघन किया, इसी कारण में सारे मानव जाति वो शाप पाप में आगे गुजर रहा है. ആമേൻ. എന്നാൽ പ്രൈസലോട് ഇവിടെ നമ്മൾ കാണുന്നത് അതാ അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ തെറ്റായ ഒരു ചിന്ത. यहाँ पर यही बात हम प्राप्त करते हैं, पाया जाता है उनका जीवन में एक उल्लंघन की बात. ആമേൻ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിടുന്ന ഈ തെറ്റായ ചിന്തകളിൽ, തെറ്റായ വിചാരങ്ങളിൽ നാം വീണു പോകരുത്. शैतान ने हमारा विरोध में, हमारा चिंता कल्पना के विरोध में क्यों कोई कुछ शक की बात लाते हैं, हम उसमें गिरना नहीं. കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ആമേൻ ഒരു ദർശനമുണ്ട്. ആമേൻ. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. कारण प्रभु ने हमें एक चेतावनी दी, जो चेतावनी के आधार पर आगे बढ़े हम फल मिल जाए पाएंगे. നാം ആയിട്ട് തന്നെ നിന്ന് ആമേൻ പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. हम हमारा पैर में खड़ा हो, प्रभु की आज्ञाकारी बने,
जरूर हमारा हृदय की आग्रह प्रभु ने सफलदाई में लाएंगे। മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയിത്തീരാൻ ചിന്തിച്ച ജീവിതങ്ങളെല്ലാം പരാജയപ്പെട്ടതായിട്ടാണ് തിരുവചനം പറയുന്നത്. दूसरों को औरों को उनका स्वभाव अपना जीवन में लाने के लिए कितने लोग प्रयत्न किए, मेहनत की, सारे लोग हार गया है, लेकिन मसीह की ओर देखा उन्होंने जीत जाएंगे। ആമേൻ. കാരണം ദൈവം നമുക്ക് ഒരു പ്രത്യേകമായ ആമേൻ പദവി നൽകി നമ്മെ പ്രത്യേകമായ രീതിയിലാണ് ദൈവം വെച്ചിട്ടുള്ളത്. कारण यही है, प्रभु ने प्रभु की चुनौती, उनका चेतावनी हमारे में दिया है, एक प्रत्येक तौर पर है. ഇന്നും മനുഷ്യൻ ആമേൻ പരിശ്രമിക്കുന്നത് മറ്റൊരു വ്യക്തിയായി തീരണം, മറ്റൊരു വ്യക്തിയായി തീരണം, മറ്റൊരു വ്യക്തിയെ പോലെ ആയി തീരണം എന്നാണ് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത്. आजकल के मनुष्य के स्वभाव परिश्रम, बड़े बड़े महानों के न्यायी बने, हमारा स्वभाव बदलकर उनका स्वभाव की न्यायी आए, इसलिए परिश्रम करते हैं, इसलिए हार जाते हैं. കാരണം അനേക മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്, നീ ആ കുഞ്ഞിനെ നോക്കി പഠിക്ക്, നീ ഇവിടത്തെ കുഞ്ഞിനെ നോക്കി പഠിക്ക്, എന്നാൽ തന്റേതായ വ്യക്തിത്വത്തിൽ വളരുവാനല്ല പറഞ്ഞു പഠിപ്പിക്കുന്നത്. आज के दिनों में माता पिताओं ने बाल बच्चों को यही बात समझाता है, औरों की लड़का को देखो, औरों की लड़की को देखो, उनके स्वभाव कैसे, उनका पढ़ाई कैसे है, दूसरों को नमूना बताते हैं, लेकिन अपना स्वभाव में लाने के लिए माता पिताओं ने उनको सिखाता नहीं है. അത് നമ്മൾ പലപ്പോഴും പറയും, അല്ലെങ്കിൽ ആ മനുഷ്യനെ നോക്ക്, ആ സ്ത്രീയെ നോക്ക്, അവരെ നോക്ക്, ഇവരെ നോക്ക്. ഇല്ല, നമ്മൾ നമ്മെ നോക്കണം. हमारा जिंदगी में यही बात पाया जाता है, दूसरों को देख, दूसरों को फलाना व्यक्ति को देख, लेकिन अपना स्वयं बुद्धि पर आने के लिए उनको अनुभव नहीं होते हैं. അതെ, നമുക്ക് നാമായി തന്നെ ജീവിക്കാൻ കഴിയും, മറ്റൊരു വ്യക്തിയായി മാറുവാൻ ഒരിക്കലും കഴിയത്തില്ല. समझो कि हम अपना एक स्वभाव है, जीवनधारा रूपी है, लेकिन दूसरों के नहीं जा नहीं सकते हैं. ആകയാൽ ആമേൻ അങ്ങനെയുള്ള അബദ്ധ ചിന്തകൾ, തെറ്റായ ചിന്തകൾ മാറ്റി നമുക്ക് നേരോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. इसी कारण में बाइबल में पाया जाता है, स्वयं अपना जिंदगी को प्रभु की ओर देखते हुए आगे बढ़ने के लिए प्रभु हमारे लिए अनुग्रह दिया करे. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നാം ആയിട്ട് തന്നെ ജീവിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. इसी कारण में मैं आपको चेतावनी देता हूं, अपना आप कौन है, अपना जिंदगी क्या है, जांच ले, आगे बढ़े. ഇന്ന് പകൽക്കാലം ആമേ ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. आज सुबह ही वक्त ये आज्ञा चेतावनी देता हूं, प्रभु की आज्ञाकारी होकर, आज्ञा मानकर उन्हीं के लिए हम जिए, अपना स्वभाव बदल डाले. ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आइए सिर झुकाए, हम प्रार्थना करें. സ്വർഗ്ഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ये स्वर्गीय परम पिता, आज सुबह ही वक्त हमारा जिंदगी, हमारा स्वभाव मसीह का हाथों में समर्पण कर देता है. ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त सारे प्रियों को तेरे हाथों में समर्पण कर देते हुए प्रार्थना करता है. ശത്രുവായവൻ തെറ്റായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ, शत्रु शैतान ने हमारा जिंदगी में कुछ शब्द डालते हुए समय ഞങ്ങളെ തന്നെ മനസ്സിലാക്കി കർത്താവിന്റെ ഹിതപ്രകാരം മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. अपने आप को जांच लेते हुए परमेश्वर के स्वभाव हमारा जिंदगी में आने के लिए तू हमारे में सहाय कर. ഇന്ന് പകൽക്കാലം എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त सबों को तेरे हाथों में समर्पण कर देते हुए हम प्रार्थना करते हैं. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता पुत्र पवित्र आत्मा के नाम में उनको आशीष देते हुए प्रार्थना करते हैं. ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം മുന്നേറുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തിയാട്ടെ. परमेश्वर के वचन के आधार पर जीने के लिए प्रभु एक एक व्यक्ति को व्यक्तिगत तौर पर उनको आशीष दे. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. अभी तक आशीष दी, इसी कारण में धन्यवाद.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना है यीशु मसीह की नाम में। ആമേൻ. ആമേൻ. आमीन आमीन आमीन। ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.